നമസ്കാരം SSC മലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത്. അതിൻ്റെ സെറ്റ് 2 ആണ്. അപ്പോൾ നമ്മളിന്ന് കാണുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, നൗൺസ് ആൻഡ് പ്രൊനൗൺസ്, പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്സ്. അപ്പോൾ ഈ ടോപ്പിക്സ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച പല മോഡൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ പല മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പല സോഴ്സുകളിൽ നിന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഓഫ് ദ 2 great cities, the former is biggest. ഓക്കെ, അപ്പോൾ ഓഫ് ദ 2 great cities എന്ന് പറയുമ്പോൾ ഇവിടെ 2 സിറ്റികളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്പർ 2 ആണ്. ഓക്കെ, ഓഫ് ദ 2 great cities, the former കറക്റ്റാണ്, ഇസ് ബിഗ്ഗസ്റ്റ് എന്ന് പറയില്ല, ബിഗർ എന്ന് പറയും അല്ലേ. ബിഗർ, ഫോമർ ഇസ് ബിഗർ, അല്ലെങ്കിൽ ദ ബിഗർ എന്ന് പറയാം. അവിടെ ദ ബിഗർ ആണ് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് കറക്റ്റായിട്ടുള്ള യൂസേജ്. കാരണം എന്താണ്, ബിഗ്ഗസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി പറയുമ്പോൾ മോർ ദാൻ അല്ലേ, മോർ ദാൻ എത്രയാണ്, മോർ ദാൻ ടു കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ്, വസ്തുക്കളെക്കുറിച്ചോ ആളുകളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുക. ഇത് കമ്പാരറ്റീവ് ആണ് വേണ്ടത്, ദ ബിഗർ എന്നാണ് വേണ്ടത്. ഓപ്ഷൻ സി, ഓഫ് ദ 2 great cities, the former is the bigger. Krishna ran to the nearing grocery store to buy biscuits as his parents were expecting guests. അല്ലേ, അതായത് കൃഷ്ണയുടെ പാരൻസ് ഗസ്റ്റിനെ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, അടുത്തുള്ള ഗ്രോസറി സ്റ്റോറിലേക്ക് ഓടി അല്ലേ, ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃഷ്ണ റാൻ ടു ദ നിയറിങ് അല്ല, നിയറസ്റ്റ് ആണല്ലേ, നിയറസ്റ്റ് ഗ്രോസറി സ്റ്റോർ, അല്ലെങ്കിൽ ദ നിയറസ്റ്റ് ദ എന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം നിയറസ്റ്റ് ആണ് വേണ്ടത് അല്ലേ. അതാണ് അതിൻ്റെ കോൺടെക്സ്റ്റിനായിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വാക്ക്, നിയറസ്റ്റ് ഗ്രോസറി സ്റ്റോർ. എന്ത് ഗ്രോസറി സ്റ്റോറാണ്, നിയറസ്റ്റ് ഗ്രോസറി സ്റ്റോർ. അല്ലെങ്കിൽ നമുക്ക് നിയർ ബൈ എന്ന് പറയാം, നിയർ ബൈ ഗ്രോസറി സ്റ്റോർ എന്ന് പറയണമെങ്കിൽ, പക്ഷേ അത് ആ ഒരു ഗ്രോസറി സ്റ്റോർ ഓൾറെഡി കോൺടെക്സ്റ്റിലുള്ള ഒരു ഗ്രോസറി സ്റ്റോർ ആയിരിക്കണം അല്ലേ. നിയർ ബൈ, ആ അടുത്ത് തന്നെ ഒരു ഗ്രോസറി സ്റ്റോർ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, റാൻ ടു ദ നിയർ ബൈ ഗ്രോസറി സ്റ്റോർ. പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു സെൻറ്റൻസ് ആയതുകൊണ്ട്, ഒറ്റ സെൻറ്റൻസ് മാത്രം ആയതുകൊണ്ട് നമുക്കിത് കോൺടെക്സ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണ റാൻ ടു ദ നിയറസ്റ്റ് ഗ്രോസറി സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയാം, ഏറ്റവും അടുത്തുള്ള ഗ്രോസറി സ്റ്റോറിലേക്ക്. ഓൾദോ ഹിസ് സ്പീച്ച് വാസ് നോട്ട് വെരി ക്ലിയർലി എവ്രി വൺ അണ്ടർസ്റ്റുഡ് ദ അണ്ടർലൈങ് മീനിങ്. അപ്പം എന്താ ഉദ്ദേശിക്കുന്നത്, സ്പീച്ച് അത്ര ക്ലിയർ അല്ലായിരുന്നുവെങ്കിലും ഉള്ളിൽ ഉദ്ദേശിച്ച മീനിങ് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടർലൈങ് മീനിങ്, ഉദ്ദേശിച്ച മീനിങ് എല്ലാവർക്കും മനസ്സിലായി, അണ്ടർസ്റ്റുഡ്. അപ്പോൾ അവിടെ വാസ് നോട്ട് ക്ലിയർ എന്ന് മതി, ക്ലിയർലീൻ്റെ ആവശ്യമില്ല. അവിടെ ക്ലിയർലി എന്ന് പറഞ്ഞാൽ ഒരു ആഡ്വേർബ് ആണ് അല്ലേ. റൈറ്റ് ക്ലിയർലി അല്ലെങ്കിൽ സ്പീക്ക് ക്ലിയർലി എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ആഡ്വേർബ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് സ്പീച്ച് എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു ആഡ്ജക്റ്റീവ് മതി. ഓൾദോ സ്പീച്ച് വാസ് നോട്ട് വെരി ക്ലിയർ എവ്രി വൺ അണ്ടർസ്റ്റുഡ് ദ അണ്ടർലൈങ് മീനിങ്. ഹി ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ആൻഡ് ഓൾസോ ദ വെരി ടാലൻറ്റഡ് സ്റ്റുഡൻറ്റ് ഓഫ് ദ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൻഡ് യൂസ് ചെയ്തിട്ട് പറയുമ്പോൾ പാരലലിസം എന്ന് പറയുന്ന ടോപ്പിക് അല്ലേ, പാരലലിസം. അപ്പോൾ പാരലലിസം എന്ന് പറയുന്ന ടോപ്പിക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കോൺസെപ്റ്റ് എന്താണ്, ഇവിടെ ആൻഡ് ഉപയോഗിച്ച് 2 കാര്യം പറയുകയാണെങ്കിൽ രണ്ടിനും ഡിഗ്രി സെയിം ആയിരിക്കണം. ഹി ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ്, ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെയും സൂപ്പർലേറ്റീവ് വേണം. അപ്പോൾ വെരി ടാലൻറ്റഡ് അല്ല, ആൻഡ് ദ മോസ്റ്റ് ടാലൻറ്റഡ്. അവിടെ മോസ്റ്റ് ഉപയോഗിച്ചാൽ ഇവിടെ മോസ്റ്റ് ഉപയോഗിച്ചാൽ ഇവിടെയും മോസ്റ്റ് ഉപയോഗിക്കണം. ദ മോസ്റ്റ് ടാലൻറ്റഡ് സ്റ്റുഡൻറ്റ് ഓഫ് ദ കോളേജ്, ഹി ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ആൻഡ് ദ മോസ്റ്റ് ഓൾസോ ദ മോസ്റ്റ് ടാലൻറ്റഡ് സ്റ്റുഡൻറ്റ് ഓഫ് ദ കോളേജ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആൻഡ് യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് രണ്ടും ഒരേ ഡിഗ്രി ആയിരിക്കണം. ഇവിടെ കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. ഇവിടെ സൂപ്പർലേറ്റീവ് ആയതുകൊണ്ട് ഇവിടെ സൂപ്പർലേറ്റീവ് ആയി. ഓപ്ഷൻ സി, ദ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഹാസ് റൈസൺ ദിസ് ഇയർ ബൈ ആസ് മെനി ആസ് 50%. അപ്പോൾ ദ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്, അപ്പോൾ എന്താണ്, ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം അത് സിംഗുലറാണ് അല്ലേ, എണ്ണമാണ്. അപ്പോൾ 50, 100, 150 എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ കുറിച്ചാണ് പറയുന്നത്, നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്, അത് സിംഗിളറാണ് അല്ലേ. അപ്പോൾ ഹാസ്, ഓക്കെ, ഹാസ് റൈസൺ എന്ന് പറയുന്ന V3 ഫോമിന് വേണം. ദിസ് ഇയർ ബൈ ആസ് മെനി ആസ് 50% അല്ല, 50% എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പേഴ്സൻറ്റേജ് കണക്കാണ് പറയുന്നതെങ്കിൽ നമ്മൾ മെനി അല്ല, ആസ് മച്ച് എന്ന് പറയാം.
ആസ് മച്ച് ആസ് 50%. ബാക്കി ഏത് നമ്പറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മെനി യൂസ് ചെയ്യാം. പക്ഷേ ഒരു പെർസെൻറ്റേജ് ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ആസ് റൈസ് ഇൻ ദിസ് ഇയർ ബൈ ആസ് മച്ച് ആസ് 50%, മച്ച് ആസ് 50% എന്ന് പറയാം, മെനി അല്ല. 2 lakh of people attended the meeting held in parade ground. അപ്പോൾ 2 lakh of people അല്ല അല്ലേ, നമുക്കറിയാം 2 lakh people, അവിടെ വീണ്ടും ഒരു പ്രപ്പോസിഷൻ്റെ ആവശ്യമൊന്നുമില്ല. 2 lakh people attended the meeting held in parade ground അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഏതൊരു സംഖ്യയെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെ നമുക്ക് അവിടെ വേറൊരു പ്രപ്പോസിഷൻ്റോ മറ്റു വാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. 2 lakh people, 5 lakh people, 10 lakh people, 1 crore people. ഓപ്ഷൻ എ. The faster he completes the work given to him, the largest will be his profit. അപ്പോൾ എത്ര ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു അത്രയും ലാർജ് ആയിരിക്കും പ്രോഫിറ്റ്. അപ്പം ഇത് കമ്പാരറ്റീവ് കൺസ്ട്രക്ഷൻ ആണല്ലേ. ദ ഫാസ്റ്റർ ഹി കംപ്ലീറ്റ്സ് ദ ലാർജർ വിൽ ബി ഹിസ് പ്രോഫിറ്റ്. അപ്പോൾ രണ്ടും കമ്പാരറ്റീവ് കൺസ്ട്രക്ഷൻ ആയിരിക്കണം. ഇത് ഫാസ്റ്റർ ആണ് ആയതുകൊണ്ട് ഇവിടെ ദ ലാർജർ അല്ലേ. ദ ഫാസ്റ്റർ ഹി കംപ്ലീറ്റ്സ് ദ ലാർജർ വിൽ ബി ഹിസ് വിൽ ബി ഹിസ് പ്രോഫിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റർ ഹി കംപ്ലീറ്റ്സ് ദ വർക്ക് ഗിവൺ ടു ഹിം, എത്ര ഫാസ്റ്റായിട്ട് വർക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് ചെയ്യുന്നുവോ അത്രയും ലാർജ് ആയിരിക്കും അവൻ്റെ പ്രോഫിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി. ഹി ഡസ് നോട്ട് ഹാവ് സം മണി ടു ബൈ എ ന്യൂ മെഷീൻ സോ ഹീസ് ആങ്ഷ്യസ്. ഹി ഡസൻ ഹാവ് സം മണി അല്ല, ഹി ഡസൻ ഹാവ് എനി മണി അല്ലേ. സം അല്ല, എനി, ഒരു പൈസയുമില്ല. സം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മീനിങ് അല്ല. സം എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് നമ്മൾ സം ഉപയോഗിക്കരുത്. ഹി ഡസ് നോട്ട് ഹാവ് എനി മണി ടു ബൈ എ ന്യൂ മെഷീൻ സോ ഹീസ് ആങ്ഷ്യസ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന നൗണ് അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അൺകൗണ്ടബിൾ നോൺ കൗണ്ടബിൾ അല്ലേ. അപ്പോൾ കൗണ്ടബിൾ അൺകൗണ്ടബിൾ അനുസരിച്ച് വേണം എന്ത് ചെയ്യേണ്ടത്. ഇവിടെ എനി ആണോ സം ആണോ മച്ചാണോ മെനി ആണോ ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഓപ്ഷൻ ബി. Nowadays the weather is getting cold and colder. അപ്പോൾ nowadays പറയുമ്പോൾ കുറച്ച് കാലമായിട്ടല്ലേ. ഓക്കെ, ഈയിടെയായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ദ വെദർ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെദർ എന്നാണ് നമ്മളെപ്പോഴും പറയാം. നമ്മളിപ്പോൾ വൈകുന്നേരം നോക്കുകയാണ്, ഓക്കെ, നല്ല കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ ക്ലൈമറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തെറ്റാണ്. ടുഡേ ദ ക്ലൈമറ്റ് ഇസ് വെരി ഗുഡ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ വെദർ എന്ന് പറയാം. വെദർ ഇസ് സോ ഗുഡ്, ദ വെദർ ഇസ് സോ ലവ്ലി എന്നൊക്കെയാണ് പറയാം. അപ്പോൾ വെദർ എന്ന് യൂസ് ചെയ്യണം, ഒരു കാരണവശാലും ക്ലൈമറ്റ് എന്ന് യൂസ് ചെയ്യരുത്. ക്ലൈമറ്റ് എന്താണ്, ഒരു പ്രദേശത്തെ ഒരു കുറച്ച് കാലത്തെ ഒരു പീരിയഡ് ഓഫ് ടൈമിലെ ഒരു എന്താ പറയുക അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴാണ് ക്ലൈമറ്റ്. ദ ക്ലൈമറ്റ് ഓഫ് ദാറ്റ് പ്ലേസ്, ആ പ്ലേസിലെ സാധാരണയുള്ള ക്ലൈമറ്റ് അത്ര നല്ലതല്ല അല്ലെങ്കിൽ നല്ലതാണ് എന്നൊക്കെ പറയും. പക്ഷേ ഒരു ദിവസത്തെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ദ വെദർ ഇസ് സോ ഗുഡ് എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം, നൗഡേയ്സ് ദ വെദർ ഇസ് ഗെറ്റിംഗ് കോൾഡർ ആൻഡ് കോൾഡർ എന്ന് പറയാം അല്ലേ. കോൾഡ് ആൻഡ് കോൾഡർ അല്ല, കോൾഡർ ആൻഡ് കോൾഡർ. അപ്പോൾ കമ്പാരറ്റീവ് സ്ട്രക്ചർ എന്ന രീതിയിലാണ് അവിടെ പറയാം. ഓപ്ഷൻ സി. ദിസ് ഫോട്ടോഗ്രാഫ് വാസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ദാൻ ദാറ്റ് വിച്ച് ഹി ഹാഡ് കെപ്റ്റ് ഇൻ ഹിസ് പേഴ്സ്. ദിസ് ഫോട്ടോഗ്രാഫ് ഓക്കെ വാസ് നമുക്ക് പറയാം ബെറ്റർ എന്ന് പറയുന്നതിന് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് അല്ലേ. ബെറ്റർ ദാൻ ദാറ്റ് വിച്ച് ഹി ഹാഡ് കെപ്റ്റ് ഇൻ ഹിസ് പേഴ്സ്. ആ സ്ട്രക്ചർ നമ്മൾ ശ്രദ്ധിക്കാം. ബെറ്റർ ദാൻ ദാറ്റ് എന്താണ്, ബെറ്റർ ദാൻ വിച്ച് ഹി കെപ്റ്റ് അല്ല, ബെറ്റർ ദാൻ ദാറ്റ് വിച്ച് ഹി ഹാഡ് കെപ്റ്റ് ഇൻ ഹിസ് പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ അത് ഇപ്പം ഇതൊക്കെ പക്ക ക്ലിയർ ആണ്, പക്ക പെർഫെക്റ്റ് ആണ്. വാസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് പറയാൻ പാടില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി എന്ന് പറയാൻ പാടില്ല. വാസ് ബെറ്റർ എന്ന് പറഞ്ഞാൽ മതി. വാസ് ബെറ്റർ ദാൻ ദാറ്റ് വിച്ച് ഹി ഹാഡ് കെപ്റ്റ് ഇൻ ഹിസ് പേഴ്സ്. ബെറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ കമ്പാരിറ്റീവ് ആണ് അല്ലേ. ആദ്യം പറഞ്ഞ ഫോട്ടോഗ്രാഫും രണ്ടാമത് പറഞ്ഞ ഫോട്ടോഗ്രാഫും തമ്മിൽ ഒരു കമ്പാരിസൺ ആണ്, ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് ബെറ്റർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും കമ്പാരിറ്റീവ്ലി എന്ന് പറയേണ്ട ആവശ്യമില്ല. കമ്പാരിറ്റീവ്ലി ബെറ്റർ വേണ്ട. ദിസ് ഫോട്ടോഗ്രാഫ് വാസ് ബെറ്റർ ദാൻ ദാറ്റ് വിച്ച് ഹി ഹാഡ് കെപ്റ്റ് ഇൻ ഹിസ് പേഴ്സ്. അത് ആവശ്യമില്ലാത്തതാണ് അല്ലേ. അത് എന്താണ്, സൂപ്പർ ഫ്ലോസ് എന്നൊക്കെ പറയും. ഓക്കെ, ഓപ്ഷൻ ഡി. സൂപ്പർ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഓൾറെഡി ഉള്ള കാര്യം പിന്നെയും പറയുന്നതാണ് സൂപ്പർ ഫ്ലൂവസ് അല്ലെങ്കിൽ റിഡൻഡൻറ്റ് എന്നൊക്കെ പറയാം. റിഡൻഡൻറ്റ് നിങ്ങൾക്ക് അറിയേണ്ടത് ഇതൊക്കെ. ഓക്കെ, റിഡൻഡൻറ്റ്. മെനി എ ബോയ്സ് ആർ ആബ്സെൻറ്റ് ടുഡേ. മെനി എ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് യൂസേജ് ഉണ്ട്. പക്ഷേ മെനി എ എന്ന് പറഞ്ഞ ശേഷമുള്ള നൗണ് സിംഗുലർ ആയിരിക്കണം. മെനി എ ബോയ്, മെനി
എ ബോയ് എന്നാണ് പറയുക. എന്താ ഉദ്ദേശിക്കുന്നത് മെനി എ ബോയ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെനി ബോയ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. മെനി ബോയ്സ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. പക്ഷേ അത് സ്ട്രക്ചർ ശ്രദ്ധിക്കണം. മെനി എ ബോയ് എന്നാണ് പറയുക. അത് മാത്രമല്ല മെനി എ ബോയ് എന്ന് മാത്രമല്ല, ഇതിന് ശേഷം വരുന്ന നൗണ് ഷുഡ് ബി സിംഗുലർ. പ്ലൂറൽ ഫോം യൂസ് ചെയ്യാൻ പാടില്ല, ആർ യുവർ ചെയ്യാൻ പാടില്ല. മെനി എ ബോയ് ഇസ് ആബ്സെൻറ്റ് ടുഡേ. മെനി എ ബോയ് ഇസ് ആബ്സെൻറ്റ് ടുഡേ എന്നാണ് ഓപ്ഷൻ ബി. ഹി ഈസ് വൈസർ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ട്രിക്ക്. ഹി ഈസ് വൈസർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇ ആർ യൂസ് ചെയ്തിട്ട് കമ്പാരിറ്റീവിൻ്റെ ആവശ്യമില്ല. ഹി ഈസ് വൈസ് ഇനഫ് ആണ് മതി. ഹി ഈസ് വൈസ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ട്രിക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് വാക്ക് ശ്രദ്ധിക്കണം. ഇത് ഒരു ആഡ്ജക്റ്റീവിന് ശേഷമാണ് ഇനഫ് എന്ന് യൂസ് ചെയ്യുക. ഇനഫ് മുമ്പ് ഉപയോഗിക്കരുത്. ആദ്യം ആഡ്ജക്റ്റീവ് ഉപയോഗിക്കുക, അതിനുശേഷം ഇനഫ് എന്ന് വാക്ക് ഉപയോഗിക്കുക. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നിൻ്റെ ട്രിക്ക് മനസ്സിലാക്കാൻ മാത്രം അവന് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ അത് ആലോചിക്കാനുള്ളൊരു കഴിവുണ്ട്, അല്ലേ? വൈസാണ്. ഓക്കെ, അപ്പോൾ ഹീസ് വൈസ് ഇനഫ് എന്ന് പറയും. ആഡ്ജക്റ്റീവിന് ശേഷമാണ് ഇനഫ് യൂസ് ചെയ്യുക. ഹീസ് ഗുഡ് ഇനഫ്, ഹീസ് സ്മാർട്ട് ഇനഫ് എന്നൊക്കെ പറയുമ്പോൾ ഏത് ആഡ്ജക്റ്റീവ് ആയാലും അതിന് ശേഷം ഇനഫ് യൂസ് ചെയ്യുക. അതിന് മാത്രമുള്ള കഴിവുണ്ട്, അതിന് മാത്രമുള്ള എന്താണ് ശക്തിയുണ്ട് എന്നൊക്കെയാണ് ഇനഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈസ് ഇനഫ്, ഹീസ് വൈസ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ട്രിക്ക്. ഓപ്ഷൻ എ. എ മാൻ ഓഫ് 50 കനോട്ട് ബി കോൾഡ് ആസ് യങ്. എ മാൻ ഓഫ് 50 അല്ലെ, എ മാൻ ഓഫ് 50 എന്ന് വെച്ചാൽ 50 വയസ്സുള്ള ഒരു മനുഷ്യനെ, ഒരാളെ കനോട്ട് ബി കോൾഡ് യങ് എന്ന് മതി. കോൾഡ് എന്നതിന് ശേഷം ആസ് ആവശ്യമില്ല. നമ്മൾ ആസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ടൈപ്പ് ഒരുപാട് നൗൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? കൺസിഡേർഡ്, അപ്പോയിൻറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാക്കുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്താണ്? കോൾഡിന് ശേഷം ആസ് യൂസ് ചെയ്യാൻ പാടില്ല. മാൻ ഓഫ് 50 കനോട്ട് ബി കോൾഡ് യങ് മതി. കനോട്ട് ബി കോൾഡ് യങ്. നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഓരോ ഫിനോമിനൻ, അല്ലെ, ഒരു എന്തെങ്കിലും ഒരു എന്താണ് അതിൻ്റെ ഒരു തിയറി പഠിക്കുമ്പോൾ, അല്ലേ, അല്ലെങ്കിൽ അതിലൊരു എക്സ്പ്ലനേഷൻ പഠിക്കുമ്പോൾ, ഡെഫിനേഷൻ പഠിക്കുമ്പോൾ എന്താണ് പറയുക നമ്മൾ? ദിസ് ഇസ് കോൾഡ്, അല്ലേ? ദിസ് ഇസ് കോൾഡ് എന്ന് പറഞ്ഞിട്ടാണ് പറയുക. ദിസ് ഇസ് കോൾഡ് എന്താണ് ഇപ്പോൾ വേറെ ഒരു വാക്ക്, ഒരു നൗണ് പറയാം. അവിടെ ഒരിക്കലും ദിസ് ഇസ് കോൾഡ് ആസ് നമ്മൾ പറയാറില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ആസ് പാടില്ല. മാൻ ഓഫ് 50 കനോട്ട് ബി കോൾഡ് യങ് മതി. ഓപ്ഷൻ സി. ഐ ആം ഫുൾ ഓഫ് എനർജി ടുഡേ ബിക്കോസ് ഐ സൗണ്ട്ലി സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ സൗണ്ട്ലി എന്ന് പറയുന്ന അവിടെ ഒരു ആഡ്വേർബാണ്. സ്ലെപ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്തു? നന്നായി ഉറങ്ങില്ലേ? സ്ലെപ്റ്റ് സൗണ്ട് സ്ലീപ്പ് എന്നാണ് പറയാം നമ്മൾ. സൗണ്ട് സ്ലീപ്പ് എന്നാണ് പറയാം. സൗണ്ടായിട്ടുള്ള ഒരു സ്ലീപ്പ്. ഓക്കെ, അത് അവിടെ സൗണ്ട് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അത് ആഡ്ജക്റ്റീവാണ്. പക്ഷേ അവിടെ സ്ലെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരു വേർബാണ്, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്തു എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു ആഡ്വേർബാണ്. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൗണ്ട്ലി സ്ലെപ്റ്റ് അല്ല, സ്ലെപ്റ്റ് സൗണ്ട്ലി എന്ന് പറയണം. ഇതിൻ്റെ മുമ്പിൽ വരണം. ഐ ആം ഫുൾ ഓഫ് എനർജി ടുഡേ ബിക്കോസ് ഐ സ്ലെപ്റ്റ് സൗണ്ട്ലി ലാസ്റ്റ് നൈറ്റ്. സൗണ്ട്ലി എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള യൂസേജ് ആണ്, കറക്റ്റായിട്ടുള്ള ആഡ്വേർബാണ്. പക്ഷേ സ്ലെപ്റ്റിന് ശേഷമാണ് സൗണ്ട്ലി വരിക. ബിക്കോസ് ഐ സ്ലെപ്റ്റ് സൗണ്ട്ലി ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഓപ്ഷൻ സി. I did not know hardly anyone in the college and so I felt lonely all the time. I did not hardly എന്ന് പറയേണ്ട ആവശ്യമില്ല. I knew hardly anyone, അല്ലേ? നമുക്കറിയാം ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആഡ്വേർബാണ്. നെഗറ്റീവ് ആഡ്വേർബ് ഉപയോഗിക്കുമ്പോൾ വീണ്ടും സെൻറ്റൻസിൽ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ആവശ്യമില്ല. നോട്ടിൻ്റെ ആവശ്യമില്ല, നോട്ട് കട്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ ഐ ഡിഡ് എന്ന് പറയുമ്പോൾ ഡിഡും ന്യൂവും വരുമ്പോൾ എന്താ വരിക? ഡിഡ് നോവും വരുമ്പോൾ ഡിഡ് പ്ലസ് ഒരു V1 ഫോം വരികയാണെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് അല്ലേ? അപ്പം ന്യൂ വരണം. ന്യൂ. ഐ ന്യൂ ഹാർഡ്ലി എനിവൺ ഇൻ ദ കോളേജ് ആൻഡ് സോ ഐ ഫെൽറ്റ് ലോൺലി ഓൾ ദ ടൈം. എന്താ ഉദ്ദേശിക്കുന്നത്? ആ സമയത്തൊന്നല്ല, കോളേജിൽ ആരെയും അറിഞ്ഞിരുന്നില്ല, എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ ലോൺലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഐ ന്യൂ ഹാർഡ്ലി എനിവൺ. ഐ ന്യൂ ഹാർഡ്ലി എനിവൺ ഇൻ ദ കോളേജ്. ഹാർഡ്ലി നെഗറ്റീവ് ആഡ്വേർബാണ്. നെഗറ്റീവ് ആഡ്വേർബ് യൂസ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് മീനിങ് ഉള്ള മറ്റു വാക്കുകൾ ആവശ്യമില്ല, നോട്ട് കട്ട് ചെയ്യാം. പിന്നെ ഡിഡ് ഉള്ളതുകൊണ്ട് ഡിഡ് പ്ലസ് നോ എന്തായി? ന്യൂ ആയി. സോ ഐ ന്യൂ ഹാർഡ്ലി എനിവൺ ഇൻ ദ കോളേജ് സോ ഐ ഫെൽറ്റ് ലോൺലി ഓൾ ദ ടൈം. ഓപ്ഷൻ എ. ഐ റെഫ്യൂസ് ടു അക്കംപനി ഹിം ബിക്കോസ് ഹി വാസ് സോ ബോറിംഗ്. ഐ റെഫ്യൂസിനെ നിരസിച്ചു, അല്ലേ? എന്ത് ചെയ്തു? അവനെ അക്കംപനി ചെയ്യാൻ, അവൻ്റെ കൂടെ ഒരു കമ്പനി കൊടുക്കാൻ ഞാൻ നിരസിച്ചു. കാരണം എന്താണ്? ബിക്കോസ് ഹി വാസ് സോ ബോറിംഗ് അല്ല, ഹി വാസ് വെരി ബോറിംഗ്. സോ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നപ്പോഴാണ് ഹി വാസ് സോ ബോറിംഗ് ദാറ്റ്, ഇങ്ങനെ പറയാം. സോ എപ്പോഴാണ് യൂസ് ചെയ്യുക വെച്ചാൽ സോ ബോറിംഗ് ദാറ്റ് വി ഓൾ
ഫെൽ അസ്ലീപ്പ്. അങ്ങനെ ഒരു കാര്യം പറയാണ് അല്ലേ. അങ്ങനെ അത്രയും ബോർ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് സോ യൂസ് ചെയ്യാം. ബിക്കോസ് അല്ല, ഹി വാസ് സോ ബോറിങ്, ഇങ്ങനെയാണ് സെൻറ്റൻസ് വരിക. ഹി അല്ലെങ്കിൽ ഹിസ് സ്പീച്ച് വാട്ട് എവർ എന്തെങ്കിലും സബ്ജക്റ്റ് വാസ് സോ ബോറിങ് ദാറ്റ് വി ഓൾ ഫെൽ അസ്ലീപ്പ്. അങ്ങനെ അത്രയും ബോറിങ് ആയിരുന്നു. എത്രത്തോളം ബോറിങ് ആയിരുന്നു? ദാറ്റ് വി ഫെൽ ഓൾ അസ്ലീപ്പ്. അത്രയും നമ്മളെല്ലാം ബോറടിച്ച് ഉറങ്ങുന്ന രീതിയിൽ അത്രയും ലെവലിൽ ബോറിങ് ആയിരുന്നു എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ അങ്ങനത്തെ കോൺടെക്സ്റ്റിലാണെങ്കിൽ സോ യൂസ് ചെയ്യാം. അല്ലാത്ത കോൺടെക്സ്റ്റിൽ സോ യൂസ് ചെയ്യാൻ പാടില്ല, വെരി യൂസ് ചെയ്താൽ മതി. വെരിയാണ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. ഓപ്ഷൻ സി. ഐ റെഫ്യൂസ് ടു അക്കംപനി ഹിം ബിക്കോസ് ഹി വാസ് വെരി ബോറിങ്. അടുത്ത, ഐ റെഫ്യൂസ് ടു കൺസിഡർ ഹിം ആസ് എൻ ഓണസ്റ്റ് ബോയ് ആസ് ഹി ഹാഡ് ചീറ്റഡ് മെനി പീപ്പിൾ. ഇവിടെ ഐ റെഫ്യൂസ്ഡ് ടു കൺസിഡർ എന്ന് പറയുന്ന ഒരു വേർബ് വന്നിട്ടുണ്ടെങ്കിൽ കൺസിഡർ ഹിം ആസ് പാടില്ല. കൺസിഡറിന് ശേഷം കൺസിഡറിൻ്റെ കൂടെ ആസ് പാടില്ല. കൺസിഡർ ഹിം ആൻ ഓണസ്റ്റ് ബോയ്. കൺസിഡർ ദിസ് എ വെഡിങ് ഗിഫ്റ്റ്. കൺസിഡർ ദിസ് ആസ് എ വെഡിങ് ഗിഫ്റ്റ് അല്ല, കൺസിഡർ ദിസ് എ വെഡിങ് ഗിഫ്റ്റ് എന്ന് പറയാം. ഐ റെഫ്യൂസ് ടു കൺസിഡർ ഹിം ആൻ ഓണസ്റ്റ് ബോയ് ആസ് ഹി ഹാഡ് ചീറ്റഡ് മെനി പീപ്പിൾ. ഓണസ്റ്റ് എന്നാണ് പറയുക, HONEST, H സൈലൻ്റ് ആണ്, അതുകൊണ്ടാണ് ആൻ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ആൻ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ബി. മൈ ഫാദർ ഇസ് വെരി ക്വിക്കർ ദാൻ ഐ ആറ്റ് ചെസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വിക്കർ എന്ന് പറയുന്ന ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു വാക്ക് അല്ലേ. അപ്പം മൈ ഫാദറും പിന്നെ ഐയും, എൻ്റെ അച്ഛനും ഞാനും എന്ന് പറയുന്ന അല്ലേ, അവർ നമ്മുടെ ഒരു ചെസ്സിലുള്ളൊരു പ്രാവീണ്യത്തെക്കുറിച്ചാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ക്വിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൊണ്ട് കമ്പയർ ആണ്. ക്വിക്കർ ER വെച്ചിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി ഒരു വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് വെരി എന്നോ അങ്ങനെ ഒരു തരത്തിലുള്ള വാക്കും യൂസ് ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലുള്ള ആഡ്ജക്റ്റീവ് യൂസ് ചെയ്യാൻ പാടില്ല. ആഡ്ജക്റ്റീവ് അല്ല, ആഡ്വർബ് യൂസ് ചെയ്യാൻ പാടില്ല. വെരി എന്ന് വെച്ചാൽ ആഡ്വർബ് ആണല്ലേ. മൈ ഫാദർ ഇസ് വെരി ക്വിക്കർ അല്ല, മൈ ഫാദർ ഇസ് ക്വിക്കർ ദാൻ ഐ അറ്റ് ചെസ്. അത് മതി. അതിനോട് വെരി, ടു, സോ എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള ആഡ്വർബ് ഒന്നും വേണ്ട. മൈ ഫാദർ ഇസ് ക്വിക്കർ ദാൻ ഐ അറ്റ് ചെസ് എന്ന് പറയാം. ഷീ ഡിഡ് ഹർ ജോബ് ആസ് ബെറ്റർ ആസ് ഷീ കുഡ് ഡു. അപ്പോൾ ഇതിൽ കറക്റ്റാണ് നോക്കുകയാണെങ്കിൽ ഷീ ഡിഡ് ഹർ ജോബ് എന്താ ഉദ്ദേശിക്കുന്നത്? അവൾക്ക് പറ്റുന്നത്രയും നന്നായിട്ട് അവൾ ആ വർക്ക്, അവളുടെ ജോലി ചെയ്തു എന്ന് പറയുന്നത്. ഷീ ഡിഡ് ഹർ ജോബ്. പക്ഷേ ആസ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് വേണ്ടതൊരു ആഡ്വർബാണ്. കാരണം നമുക്ക് ഡിഡ് എന്ന് പറയുന്ന പ്രവൃത്തിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു വാക്കാണ് വേണ്ടത്. അപ്പോൾ ഡിഡ് എന്ന് പറഞ്ഞ പ്രവൃത്തിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്ക് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ആൻ ആഡ്വർബ് അല്ലേ. ഡിഡ് എങ്ങനെ? അപ്പോൾ ആഡ്വർബ് എന്ന് പറയുമ്പോൾ ഗുഡ് ഒരു ആഡ്വർബ് അല്ല, ഗുഡ് ആഡ്ജക്റ്റീവ് ആണ്. നമുക്ക് വേണ്ട വെല്ലാണ്. വെൽ ഇസ് ദ ആഡ്വർബ് ആൻഡ് ഗുഡ് ഇസ് ദി ആഡ്ജക്റ്റീവ്. ഓക്കെ, ഹീ ഈസ് എ ഗുഡ് ബോയ്. അപ്പോൾ ഹീ എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആഡ്ജക്റ്റീവ് ആയിട്ട് ഗുഡ് വരും. പക്ഷെ ഒരു പ്രവൃത്തി ചെയ്തു, ഡിഡ് എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തതിനെ കുറിച്ച് പറയുമ്പോൾ ഷീ ഡിഡ് എ ജോബ് ആസ് വെൽ ആസ് ഷീ കുഡ്. വെല്ലാണ് നമ്മൾ ആഡ്വർബ് ആയിട്ട് സാധാരണ ഇതിൽ ഉപയോഗിക്കുക. ഓക്കെ, ഓപ്ഷൻ ബി. ഷീ ഹാഡ് ബാർലി നത്തിങ് ടു വെയർ വെൻ ഷീ കെയിം ടു മീ ഫോർ ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ ബാർലി, ഹാർഡ്ലി, സ്കാസ്ലി ഇതൊക്കെ നെഗറ്റീവ് ആഡ്വർബ്സ് ആണ്. നെഗറ്റീവ് ആഡ്വർബ്സ് വരുമ്പോൾ എന്ത് നമുക്കറിയാം, സെൻറ്റൻസിൽ മറ്റ് നെഗറ്റീവ് മീനിങ്ങുള്ള മറ്റ് വേറൊരു വാക്ക് ഉണ്ടാകാൻ പാടില്ല. ഷീ ഹാഡ് ബാർലി നത്തിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ഉള്ള വാക്കാണ്. അപ്പോൾ എനിത്തിങ് വേണം, നത്തിങ് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ നമുക്ക് എനിത്തിങ് യൂസ് ചെയ്യാം. ഷീ ഹാഡ് ബാർലി എനിത്തിങ് ടു വെയർ വെൻ ഷീ കെയിം ടു മീ ഫോർ ഹെൽപ്പ്. ഓപ്ഷൻ ബി. ഷീ നോസ് റൈഡിങ് എ ഹോസ്. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു പ്രശ്നം അല്ലേ. റൈഡിങ്, ഷീ നോസ് റൈഡിങ് എ ഹോസ് നമ്മൾ കൊളോക്കിയലി സംസാരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നില്ല. ഐ നോ ടു റൈഡ് എ ഹോസ് എന്നൊക്കെ പറയും. അതും തെറ്റാണ്. എന്താണ്? ഷീ നോസ് ഹൗ ടു ആണ്. ഹൗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. ഹൗ ടു റൈഡ് എ ഹോസ് നമ്മൾ സാധാരണഗതിയിൽ ഹൗ അവിടെ യൂസ് ചെയ്യാറില്ല. ഹൗ നമ്മൾ മിസ് ചെയ്യാറുണ്ട്. കൊളോക്കിയൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്? ഷീ നോസ് ടു റൈഡ് എ ഹൗസ് അല്ല, ഷീ നോസ് ടു റൈഡ് എ ഹോസ് എന്നാണ് എപ്പോഴും പറയാം. അത് തെറ്റാണ്. ഷീ നോസ് ഹൗ ടു റൈഡ് എ ഹോസ് എന്നാണ് പറയാം. ഷീ നോസ് ഹൗ ടു റൈഡ് എ ഹോസ് എന്നാണ് പറയുക. അവിടെ ഹൗ മിസ്സാക്കരുത്. അതുപോലെ തന്നെ ടു റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫിനിറ്റീവ് ഫോമിലാണ് എഴുതേണ്ടത്. 2+ ഇൻഫിനിറ്റീവ്. ഷീ നോസ് ഹൗ ടു റൈഡ് എ ഹോസ് ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള യൂസേജ്. ഇറ്റ് റെയിൻ ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ത്രൂ ഔട്ട് ദ നൈറ്റ്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഹെവി റെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള പെരുമഴ എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഇഡിയം പറയുന്നത്.
പക്ഷേ അവിടെ ഇറ്റ് റെയിൻഡ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് മതി. ഇറ്റ് റെയിൻ ലൈക്ക് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് വേണ്ട. അവിടെ ഇഡിയം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു എക്സ്ട്രാ ഒരു വാക്കിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ ചെയ്തുമല്ല, കാറ്റ്സ് ആൻഡ് ഡോഗ്സ് മതി. ഇറ്റ് റെയിൻഡ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ത്രൂ ഔട്ട് ദ നൈറ്റ്. ഓപ്ഷൻ ബി. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ടോക്ക് ലൗഡ്ലി. ഓക്കെ, ലൗഡ്ലി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? ലൗഡ്ലി എന്ന് പറയുന്ന വാക്കും ഓക്കെ, ലൗഡ്ലി അതുപോലെ അലൗഡ്, ALOUD, ഈ രണ്ട് വാക്കിൻ്റെയും മീനിങ് ഡിഫറെൻ്റ് ആണ്. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ കൊടുക്കണം. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റുഡൻസിനോട് ടീച്ചർ ചോദിക്കുകയാണ് എന്താണ്? കുറച്ച് ഉറക്കെ ഉച്ചത്തിൽ സംസാരിക്കൂ. ടോക്ക് അല്ലേ? ടോക്ക് സംസാരിക്കൂ, കുറച്ച് ഉറക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഉറക്കെ സംസാരിക്കാനേ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കോണ്ടെക്സ്റ്റ് നമ്മൾ അലൗഡ് ആണ് യൂസ് ചെയ്യുക. അലൗഡ് എന്ന് പറയുമ്പോഴാണ് ഉറക്കെ എന്ന് പറയുന്ന അർത്ഥം. എന്താണ്? അലൗഡ് മീൻസ് ഉറക്കെ. പക്ഷേ ലൗഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലൗഡ്ലി എന്ന് പറഞ്ഞാൽ അവിടെ ബഹളം വെക്കുക, ബഹളം വെക്കുക എന്നുള്ളതാണ് ലൗഡ്ലി എന്ന അർത്ഥം. ലൗഡ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ടീച്ചർ ആസ്ക്ഡ് സ്റ്റുഡൻസ് ടു ടോക്ക് ലൗഡ്ലി അല്ല. ലൗഡ്ലി മീൻസ് ചുമ്മാ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ബഹളം വെക്കുന്നതിനെ കുറിച്ചാണ് ലൗഡ്ലി. അങ്ങനെയാണ് ലൗഡ്ലി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം. ലൗഡ്ലി അല്ല, അലൗഡ് എന്നർത്ഥം. അലൗഡ് മീൻസ് ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് വേർഡ് വിച്ച് ഡിസ്ക്രൈബ്സ് എന്താണ്? ഉറക്കെ സംസാരിക്കും. ഉറക്കെ എന്ന് പറയുന്ന ഒരു വാക്ക് അല്ല മീനിങ് കൊടുക്കുന്നത് അലൗഡ് എന്ന് പറയുന്ന വാക്കാണ്, നോട്ട് ലൗഡ്ലി. ഓക്കെ, ഓപ്ഷൻ സി. വി മസ്റ്റ് ട്രൈ ടു സേവ് ആ ഹാർഡ്ലി ഏൺഡ് മണി. ഓക്കെ, വി മസ്റ്റ് ട്രൈ ടു സേവ് എന്താണ്? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പണം നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഹാർഡ്ലി ഏൺഡ് എന്നല്ല, ഹാർഡ് ഏൺഡ് മണി എന്ന് മതി. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ബെയർലി എന്നൊക്കെ പറഞ്ഞ ഒരു മീനിങ് ആണ്. അത് പോലൊരു മീനിങ് ആണ് അല്ലേ? ഹാർഡ്ലി എനിത്തിങ് ഇസ് ലെഫ്റ്റ്, അല്ലെങ്കിൽ വി ഹാവ് ഹാർഡ്ലി റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിയിട്ട് പോലുമില്ല, അതിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നൊരു അർത്ഥമാണ് ഹാർഡ്ലി എനിത്തിങ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഹാർഡ്ലി എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്ന അർത്ഥം. അപ്പോൾ നെഗറ്റീവ് മീനിങ് ഉള്ളൊരു വാക്കാണ് ആക്ച്വലി ഹാർഡ്ലി അല്ല അവിടെ വേണ്ടത്, ഹാർഡാണ്. അതിൻ്റെ LY ചേർക്കാൻ പാടില്ല. LY ചേർത്താൽ അർത്ഥം മുഴുവനായിട്ട് മാറും. ഹാർഡ്ലി എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നൊക്കെ അർത്ഥം. വി മസ്റ്റ് ട്രൈ ടു സേവ് ആർ ഹാർഡ് ഏൺഡ് മണി എന്നാ പറയാം. ഓപ്ഷൻ ബി. വി ഷുഡ് കീപ്പ് ആ ബിലോങ്ങിങ്സ് ഓർഡർലി. അപ്പം ഓർഡർലി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? വി ഷുഡ് കീപ്പ് ആ ബിലോങ്ങിങ്സ്. കീപ്പ് എന്ന് പറയുന്ന ഈ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആഡ്വേർബ് അല്ല ആക്ച്വലി ഓർഡർലി. ഒരു ആഡ്വേർബ് അല്ല, ഓർഡർലി ഒരു ആഡ്ജക്റ്റീവാണ്. നമുക്ക് വേണ്ടൊരു ആഡ്വേർബാണ് ആക്ച്വലി. പക്ഷേ ഇവിടെ അതിന് പറ്റൊരു ആഡ്വേർബ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പകരം ഇൻ ആൻ ഓർഡർലി മാനർ എന്ന് പറയാം. ഇൻ ആൻ ഓർഡർലി മാനർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം അവിടെ ആ ഒരു കോണ്ടെക്സ്റ്റിന് പറ്റിയ ഒരു ആഡ്വേർബ് അവിടെ നമുക്ക് കിട്ടില്ല. ആഡ്വേർബ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇൻ ആൻ ഓർഡർലി മാനർ, അവിടെ മാനർ എന്ന് പറയുന്ന ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആഡ്ജക്റ്റീവായിട്ട് നമുക്ക് ഓർഡർലി യൂസ് ചെയ്യാം. പക്ഷേ കീപ്പ് എന്ന് പറയുന്ന വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആഡ്വേർബായിട്ട് ഓർഡർലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഓർഡർലി പറ്റില്ല, ഇൻ ആൻ ഓർഡർലി മാനർ എന്ന് പറയാം. വി ഷുഡ് കീപ്പ് ആർ ബിലോങ്ങിങ്സ് ഇൻ ആൻ ഓർഡർലി മാനർ. വേണമെങ്കിൽ നീറ്റ്ലി എന്ന് പറയാം, പക്ഷേ അതും ഇവിടെ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കീപ്പ് ആർ തിങ്സ് നീറ്റ്ലി എന്നും പറയാം, അത് കുഴപ്പമില്ല. കാരണം നീറ്റ്ലി എന്ന് പറയുമ്പോൾ അതൊരു ആഡ്വേർബാണ്. ഈ കോണ്ടെക്സ്റ്റ് പറ്റുമോ എന്നുള്ളത് ഉറപ്പില്ല, പക്ഷേ നീറ്റ്ലി ഈസ് എൻ ആഡ്വേർബ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി. ഷീ സൗണ്ടഡ് വെരി സാഡ്ലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ പെറ്റ്. നമുക്കറിയാം സൗണ്ടഡ് എന്ന് പറയുന്ന വേർബ് അല്ലേ? അവിടെ എന്താണ് ആക്ച്വലി? സൗണ്ടഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ലിങ്കിങ് വേർബാണ് അല്ലേ? ഒരു ലിങ്കിങ് വേർബാണ്. അപ്പോൾ ഷീ സൗണ്ടഡ് വെരി സാഡ് എന്ന് പറയാം. ലിങ്കിങ് വേർബിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ LY ചേർക്കില്ല. സൗണ്ടഡ് വെരി സാഡ് ആഫ്റ്റർ ദ ഡെത്ത്. എങ്ങനെ സൗണ്ട് ചെയ്തു? അതായത് ഏത് രീതിയിലാണ് സൗണ്ട് ചെയ്യപ്പെട്ടത് അല്ലേ? സൗണ്ട് ചെയ്യപ്പെട്ടത് തന്നെ ഏത് രീതിയിലാണ് നമ്മൾ അവളെ കണ്ടത് അല്ലെങ്കിൽ അവൾ ഉണ്ടായത്. അവൾ വളരെ സാഡായിട്ടാണ് ഉണ്ടായത് അല്ലേ? വളരെ ദുഃഖത്തോടെയാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ ഷീ സൗണ്ടഡ് വെരി സാഡ്. അവിടെ സൗണ്ടഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേൾവി എന്ന് പറയുന്ന ആ ശബ്ദം എന്നല്ല ഉദ്ദേശിക്കുന്നത് അല്ലേ? സൗണ്ടഡ് എന്ന് പറയുമ്പോൾ ശബ്ദം എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ അവിടെ ലിങ്കിങ് വേർബ് എന്ന രീതിയിലാണ്, ലിറ്ററൽ മീനിങ് അല്ല. സൗണ്ട് എന്ന് പറയുമ്പോൾ സെൻസസുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള മീനിങ് അല്ല, ബട്ട് ലിങ്കിങ് വേർബാണ്. അതുകൊണ്ട് തന്നെ ഷീ സൗണ്ടഡ് വെരി സാഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ പെറ്റ് എന്ന് പറയാം. ഓപ്ഷൻ ബി. അവിടെ സാഡ്ലി എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? സൗണ്ട് ചെയ്തത് വളരെ സാഡായ രീതിയിലാണ്
അവൾ ഒച്ച ഉണ്ടാക്കിയെന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ, അവൾ ഒച്ച ഉണ്ടാക്കിയതല്ല, പക്ഷേ അവൾ കാണപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അനുഭവപ്പെട്ടത്, അവൾ സാഡായിട്ടാണ് അനുഭവപ്പെട്ടത്. ഓൾ ദ പീപ്പിൾ സ്റ്റുഡ് അപ്പ് റെസ്പെക്റ്റീവ്ലി ആസ് ദ ഗുരു എൻറ്റർഡ് ദ റൂം. റെസ്പെക്റ്റീവ്ലി അല്ല, അവിടെ എന്താണ് റെസ്പെക്റ്റ്ഫുള്ളി എന്നാണ്. കാരണം ഗുരു എന്ന് പറയുമ്പോൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു അല്ലേ, റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരാളാണ്. അപ്പോൾ സ്റ്റുഡ് എന്ന് പറയുന്ന ആ വേർബിനെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു ആഡ്വേർബായിട്ട് റെസ്പെക്റ്റ്ഫുള്ളി. എങ്ങനെ സ്റ്റുഡപ്പ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ചെയ്തു? റെസ്പെക്റ്റ്ഫുള്ളി സ്റ്റാൻഡപ്പ് ചെയ്തു. ഓക്കെ, ഓൾ ദ പീപ്പിൾ സ്റ്റുഡ് അപ്പ് റെസ്പെക്റ്റ്ഫുള്ളി ആസ് ദ ഗുരു എൻറ്റർഡ് ദ റൂം. ഗ്രേറ്റ് ലീഡേഴ്സ് ട്രൈഡ് ടു ഇറാഡിക്കേറ്റ് സോഷ്യൽ ഈവിൾ പ്രാക്ടീസസ് വിത്ത് ടൂത്ത് ആൻഡ് നെയിൽ. ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറയുമ്പോൾ അതൊരു ഇഡിയമാണ് അല്ലേ, ഇഡിയമാണ് ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ ഒരു ഇഡിയമിൻ്റെ കൂടെ നമുക്ക് വീണ്ടും പ്രപ്പോസിഷൻ്റെ ആവശ്യമില്ല, വിത്തിൻ്റെ ആവശ്യമില്ല. ഗ്രേറ്റ് ലീഡേഴ്സ് ട്രൈഡ് ടു ഇറാഡിക്കേറ്റ് സോഷ്യൽ ഈവിൾ പ്രാക്ടീസസ് ടൂത്ത് ആൻഡ് നെയിൽ. നമുക്ക് ഫൈറ്റ് ടൂത്ത് ആൻഡ് നെയിൽ എന്നൊക്കെയാണ് പറയാം അല്ലേ. ദേ ഫോട്ട് ടൂത്ത് ആൻഡ് നെയിൽ എന്ന് വെച്ചാൽ പല്ലും നഖവും ഉപയോഗിച്ചിട്ട് എന്താണ് ഫൈറ്റ് ചെയ്തു, പോരാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വീണ്ടും ഒരു പ്രപ്പോസിഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഫൈറ്റ് അല്ലെങ്കിൽ ഇറാഡിക്കേറ്റ് സോഷ്യൽ പ്രാക്ടീസസ് ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറഞ്ഞാൽ മതി. ഓപ്ഷൻ സി. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ഹിം ആസ് ഓഫീസർ ഇൻ ചാർജ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോയിൻറ്റഡ് അല്ലെ, നേരത്തെ കൺസിഡേർഡ് എന്ന കോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലുള്ള വേർബിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ആസ് യൂസ് ചെയ്യാൻ പാടില്ല. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ഹിം ഓഫീസർ ഇൻ ചാർജ് എന്ന് മതി. നമുക്കിപ്പോൾ ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളൊക്കെ കാണുമ്പോൾ നമുക്ക് മാനേജർ അല്ലേ, മാനേജർ വാസ് അപ്പോയിൻറ്റഡ്, ഹി വാസ് അപ്പോയിൻറ്റഡ് മാനേജർ എന്ന് പറയാം. അപ്പോയിൻറ്റഡ് മാനേജർ ഓഫ് ദിസ് ക്ലബ് എന്നേ പറയാൻ പാടില്ല, ഒരിക്കലും അപ്പോയിൻറ്റഡ് ആസ് എന്ന് പറയാൻ പാടില്ല. അപ്പോയിൻറ്റഡ് ആണെങ്കിലും കോൾഡ് ആണെങ്കിലും അതിൻ്റെ കൂടെ ഒന്നും ആസ് ഒരു കാരണവശാലും പറയാൻ പാടില്ല. യു ഷുഡ് ഹാവ് സഫീഷ്യൻ്റ്ലി കൊളാട്രൽ ടു പേ ബാക്ക് ദ ലോൺ. കൊളാട്രൽ എന്ന് പറയുമ്പോൾ ഈഡ് അല്ലേ, ഈഡ് ലോൺ അടയ്ക്കാൻ തിരിച്ചടയ്ക്കുമ്പോഴേക്കും എന്താണ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കൊളാട്രൽ. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കൊളാട്രൽ എന്ന് പറയാം, സഫീഷ്യൻ്റ്ലി അല്ല, സഫീഷ്യൻറ്റ് കൊളാട്രൽ. അപ്പോൾ അത് ആഡ്ജക്റ്റീവ് ആണ് ഇവിടെ. വി നീഡ് ആൻ ആഡ്ജക്റ്റീവ് ആൻഡ് നോട്ട് എ സഫീഷ്യൻ്റ്ലി എന്ന് പറയുമ്പോൾ അതൊരു ആഡ്വേർബാണ്, ആഡ്വേർബ് അല്ല വേണ്ടത് നമുക്ക്. കൊളാട്രൽ എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആഡ്ജക്റ്റീവ് ആണ് വേണ്ടത്. സഫീഷ്യൻറ്റ് കൊളാട്രൽ എന്നാണ് വേണ്ട. ഓപ്ഷൻ ബി. ഐ ലൈക്ക് ദ പോയിട്രീസ് ഓഫ് ബ്രയൺ ആൻഡ് ഷെല്ലി. അപ്പം എന്താണ് ഇവിടെ പോയിട്രീസ് ഓഫ് ബ്രയൺ ആൻഡ് ഷെല്ലി എന്ന് പറയുമ്പോൾ പോയിട്രി അത് അൺകൗണ്ടബിൾ നൗൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൺകൗണ്ടബിൾ നൗണ് അതിന് സ്വന്തമായിട്ടുള്ള എന്തില്ല, പ്ലൂറൽ ഫോം ഇല്ല. അപ്പോൾ പോയിട്രി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, പോയിട്രീസ് ഇല്ല, എപ്പോഴും പോയിട്രി. ഓക്കെ, പോയിട്രി ഓഫ് ബ്രയൺ ആൻഡ് ഷെല്ലി. ഐ ലൈക്ക് ദ പോയിട്രി ഓഫ് ബ്രയൺ ആൻഡ് ഷെല്ലി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഓപ്ഷൻ ബി. ദ മാനേജർ പുട്ട് ഫോർവേഡ് a number of criterions for the post. ക്രൈറ്റീരിയൻസ് എന്നല്ല പറയാം, ക്രൈറ്റീരിയൻ സിംഗുലർ ആണ്, അത് കൗണ്ടബിൾ നൗൺ തന്നെയാണ്. പക്ഷേ ക്രൈറ്റീരിയൻ സിംഗുലർ, അതിൻ്റെ പ്ലൂറൽ എന്താണ്? ക്രൈറ്റീരിയ ആണ്. ക്രൈറ്റീരിയ ഇസ് ദ പ്ലൂറൽ ഫോം ഓഫ് ക്രൈറ്റീരിയൻസ് അല്ലേ, ക്രൈറ്റീരിയൻസ് അല്ല, ക്രൈറ്റീരിയൻ എന്ന് പറയുന്ന സിംഗുലർ ഫോം, അതിൻ്റെ പ്ലൂറലാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ദ മാനേജർ പുട്ട് ഫോർവേഡ് a number of criteria for the post. ഒരുപാട് നിബന്ധനകളല്ല, ക്രൈറ്റീരിയ വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? അതുമായിട്ട് ബന്ധപ്പെട്ടില്ല, ക്രൈറ്റീരിയ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അവർ ചെക്ക് ചെയ്യുക കാര്യങ്ങൾ. ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന കാര്യങ്ങൾ വേണം ആ ജോലി കിട്ടാൻ എന്ന് പറയുമ്പോൾ അതാണ് ക്രൈറ്റീരിയ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ സിംഗുലർ ക്രൈറ്റീരിയനും അതിൻ്റെ പ്ലൂറൽ ക്രൈറ്റീരിയ എന്നാണ്. അപ്പോൾ ദ മാനേജർ പുട്ട് ഫോർവേഡ് a number of criteria. I went to the temple with my parents, aunts and cousin sisters. അപ്പോൾ I went to the temple with my parents, aunts and cousin sisters എന്ന് പറയുന്ന ഒരു യൂസേജ് തെറ്റാണ്. കസിൻ സിസ്റ്റേഴ്സ് എന്ന് പറയാൻ പാടില്ല. കസിൻ സിസ്റ്റേഴ്സ് ആണെങ്കിലും കസിൻ ബ്രദർ ആണെങ്കിലും നമുക്ക് കസിൻ സിസ്റ്റർ കസിൻ ബ്രദർ എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. സോ കസിൻസ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. കസിൻ്റെ കൂടെ നമുക്ക് വീണ്ടും അതിൻ്റെ കൂടെ ബോയ് സിസ്റ്റർ എന്നോ ബ്രദർ ഒന്നും പറയാൻ പാടില്ല, കസിൻസ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. കസിൻസ് ആണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്ക്. ഒരു കാരണം വെച്ചാൽ നമുക്ക് കസിൻ സിസ്റ്റേഴ്സ് ഒന്നും പറയാൻ പാടില്ല. ഐ വെന്റ് ടു ദ ടെമ്പിൾ വിത്ത് മൈ പേരൻസ്, ആൺസ് ആൻഡ് കസിൻസ് എന്ന് മാത്രം പറയാം. വെനെവർ ഹി ഗോസ് ടു മുംബൈ ഹി സ്റ്റേസ് ഇൻ 5-star hotels. 5-star hotels. അപ്പോൾ 5-star hotels ആണ്, 5 stars hotels അല്ല. അത് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് നമ്മൾ പറയാൻ പാടില്ല. 5-star hotels എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അത് ഏത് കാര്യമാണ്, 5-star hotelsോ അങ്ങനെ എന്താണെങ്കിലും അതിനോട് എസ് ചേർക്കാൻ പാടില്ല. ഓക്കെ, whenever he goes to Mumbai he stays in 5-star hotels. A strong breeze blew his cap off. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ?
ബ്ലൂ അല്ലേ, ബ്ലോൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. എന്നുവെച്ചാൽ കാറ്റുകൊണ്ട് അത് തെറിച്ചു പോയി അല്ലേ, ശക്തി കൊണ്ട് അത് തെറിച്ചു പോയി. എന്താണ് ക്യാപ്പ് തെറിച്ചു പോയി. ക്യാപ്പ് ഓഫ് എന്ന് പറയാം. ബ്ലൂ ഇസ് ക്യാപ്പ് ഓഫ്, അതൊക്കെ ഓക്കെ. പക്ഷേ ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് പ്രകാരം നോക്കുകയാണെന്നാൽ ബ്രീസ് എന്ന് പറയുന്നത് ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വിൻഡാണ് അല്ലേ. നമുക്ക് വളരെ നല്ലൊരു സുഖമൊക്കെ ഉള്ള ഒരു വളരെ മെല്ലെ പോകുന്ന ഒരു മന്ദം പോകുന്ന ഒരു വിൻഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ബ്രീസ് യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ. ബ്രീസ് ഒരു ക്യാപ്പ് ബ്ലോ ചെയ്ത് പോകാനുള്ള സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ സ്ട്രോങ് എന്ന് പറയുമ്പോൾ ബ്രീസ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. സ്ട്രോങ്ങും ബ്രീസും ഒരു ലിങ്ക് ആവില്ല, കണക്ട് ആവില്ല, സിങ്ക് ആവില്ല. അപ്പോൾ എന്താണ്, സ്ട്രോങ് വിൻഡാണ് അവിടെ കോണ്ടെക്സ്റ്റിന് ഏറ്റവും ചേരുന്ന വാക്ക്. സ്ട്രോങ് വിൻഡ് ബ്ലൂസ് ക്യാപ്പ് ഓഫ്, അത് ശ്രദ്ധിക്കണം. ബ്രീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു വാക്കിൻ്റെ മീനിങ് പഠിച്ചിട്ട് ആലോചിച്ചാൽ മതി അപ്പോൾ അത് ശരിയാണോ ഇല്ലയോ. സ്ട്രോങ് ബ്രീസ് അല്ല, സ്ട്രോങ് വിൻഡ് ബ്ലൂസ് ക്യാപ്പ് ഓഫ് എന്നാ പറയാം. The police have received 2 important informations that can help them solve the triple murder case. പോലീസിന് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. എന്താണ്, ആ ട്രിപ്പിൾ മർഡർ കേസ് സോൾവ് ചെയ്യാൻ പറ്റിയ അതിനെ സഹായിക്കുന്ന 2 ഇൻഫർമേഷൻ, 2 പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം പോലീസ് ഹാവ് റിസീവ്ഡ്. ഓക്കെ, പോലീസിനെ ഒരു പ്ലൂറലായിട്ടാണ് കാണുന്നത്. ഓക്കെ, പോലീസ് ഹാവ് റിസീവ്ഡ്, അത് ഓക്കെയാണ്. 2 ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് എന്ന് പറയാൻ പാടില്ല. നമുക്കറിയാം അൺകൗണ്ടബിൾ നൗണാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് ഇൻഫർമേഷൻസ് എന്ന് പറയാൻ പാടില്ല. 2 ഇമ്പോർട്ടൻറ്റ് പീസസ് ഓഫ് ഇൻഫർമേഷൻ എന്നാണ് നമ്മൾ പറയാം അല്ലേ. പീസസ് ഓഫ് ഇൻഫർമേഷൻ, 2 ഇമ്പോർട്ടൻറ്റ് പീസസ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ഹെൽപ്പ് ദം സോൾവ് ദ ട്രിപ്പിൾ മർഡർ കേസ് എന്നാണ് പറയുക അല്ലേ. ഓക്കെ, ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇസ് ഡിവൈഡഡ് ഇൻടു 2 ക്ലാസ്സസ്, ഹാവ്സ് ആൻഡ് ഹാവ്സ് നോട്ട്. ഹാവ്സ് നോട്ട് എന്ന് പറയുന്നത് തെറ്റായ ഒരു യൂസേജ് ആണ്. ഹാവ്സ് നോട്ട് അല്ല, ഹാവ് നോട്ട്സ് എന്നാണ്. ഹാവ് നോട്ട്സ്. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? പോപ്പുലേഷൻ, ഇന്ത്യയുടെ പോപ്പുലേഷൻ 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹാവ്സ് എന്ന് പറയുമ്പോൾ ഉള്ളവനും, ഹാവ് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും എന്നൊരു രീതിയിൽ അങ്ങനൊരു ഡിവിഷൻ ഉണ്ട്. പൈസ അല്ലേ, പണമുള്ളവനും പണമില്ലാത്തവനും എന്നൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഹാവ്സ് നോട്ട് അല്ല, ഹാവ് നോട്ട്സ്. ദാറ്റ് ഹൗസ് ഇസ് ബിൽറ്റ് ഓഫ് സ്റ്റോൺസ്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ വീട് കല്ല് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് അല്ലേ, ഉണ്ടാക്കിയത്, പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഹൗസ് ഇസ് ബിൽറ്റ് ഓഫ് എന്ന് പറയാം. ഇസ് ബിൽറ്റ് ഓഫ്, കറക്റ്റാണ്, ഇതുവരെ കറക്റ്റാണ്. പക്ഷേ സ്റ്റോൺസ് എന്ന് പറയാൻ പാടില്ല. നമുക്കൊരു എസ് കട്ടിയിട്ട് സ്റ്റോൺ എന്നേ പറയാൻ പാടുള്ളൂ. നമ്മൾ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതല്ല, കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ സാധാരണ മലയാളത്തിൽ പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ അത് കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ സ്റ്റോൺ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ദാറ്റ് ഹൗസ് ഇസ് ബിൽറ്റ് ഓഫ് സ്റ്റോൺ, ദാറ്റ് ബിൽഡിംഗ് ഇസ് ബിൽറ്റ് ഓഫ് സ്റ്റോൺ, അല്ലെങ്കിൽ സ്റ്റോൺ ആൻഡ് ബ്രിക്ക് അല്ലേ. സ്റ്റോൺ ആൻഡ് ബ്രിക്കിനെ പറയാൻ പറ്റും, ബ്രിക്സ് അല്ല. ഓക്കെ, അപ്പോൾ അവിടെ ഓപ്ഷൻ സി സ്റ്റോൺ എന്ന് മതി. They left their luggages at home by mistake and went to the railway station. They left their luggages എന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് അത്, അൺകൗണ്ടബിൾ നൗൺ ആണ്. അതിനോട് അത് ലഗേജ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, അൺകൗണ്ടബിൾ നൗൺ ആണ്. They left their luggage at home by mistake and went to the railway station, ഓപ്ഷൻ ബി. അപ്പോൾ ഇതുപോലുള്ള അൺകൗണ്ടബിൾ നൗൺസ് ഒക്കെ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ ഒരു കാരണവശാലും എസ് ചേർത്തിട്ട് എന്ത് പാടില്ല, പ്ലൂറൽ പറയാൻ പാടില്ല. We hadn't got any remuneration, ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ്. We hadn't got any remuneration എന്ന് പറയുമ്പോൾ ഇവിടെ 4 ഓപ്ഷൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വി ആണ് സബ്ജക്റ്റ്, hadn't അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഹാഡ് എന്ന് പറയുന്ന ഈ ഓക്സിലറി വേർബ് വെച്ചിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് hadn't എന്ന് പറയുമ്പോൾ നോട്ട് ഇവിടെ ഉണ്ടല്ലേ, നോട്ട് വരുമ്പോൾ അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണം. അപ്പോൾ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹാഡ് തന്നെ വേണം. അത്രയും വിടും, വളരെ സിമ്പിളാണ്. ഹാഡ് വി, അത്രേ ഉള്ളൂ. കാരണം അവിടെ ഹാഡ് നോട്ട് വീണ്ടും വേണ്ട, കാരണം ഇവിടെ ഹാഡിൻ്റെ ഓൾറെഡി ഉണ്ട്, നോട്ട് ഓൾറെഡി ഉണ്ട്, നെഗറ്റീവ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ വി ഹാഡ് ഇൻ ഗോട്ട് ഇൻ റെമ്യൂണറേഷൻ, ഹാഡ് വി. ഓക്കെ, അടുത്ത പോളിഗമി ഹാസ് ബീൻ ബാൻഡ് ഇൻ മെനി കൺട്രീസ്. പോളിഗമി സബ്ജക്റ്റ്, ഹാസ് ആണ് ഇവിടെ എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാസ് ഇസ് ദ ഓക്സിലറി വെർബ്. അപ്പോൾ വീണ്ടും ഇവിടെ ഹാസ് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ പോസിറ്റീവ് ആണ് അല്ലേ. ഹാസ് ബീൻ ബാൻഡ് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉള്ളതുകൊണ്ട് അത് നെഗറ്റീവ് ആവില്ല. ബട്ട് ഹാസ് ബീൻ ബാൻഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് മീനിങ് ആണ്. സോ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഹാസ് മാത്രം പോരാ, ഹാസിൻറ്റ് വേണം. അടുത്ത് പോളിഗമി ഹാസ് ബീൻ ബാൻഡ് ഇൻ മെനി കൺട്രീസ്. അപ്പോൾ പോളിഗമി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ജനറലായിട്ടൊരു കാര്യം പറയുമ്പോൾ, ജനറലായിട്ടൊരു കാര്യം സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഹാസിൻറ്റ് ഇറ്റ് എന്ന് വരും അല്ലേ. ഹാസിൻറ്റ് ഇറ്റ് എന്ന് വരും. പോളിഗമി ഹാസ് ബീൻ ബാൻഡ് ഇൻ മെനി കൺട്രീസ്, ഹാസിൻറ്റ് ഇറ്റ്. ഹിന്ദുസ് പ്രാക്ടീസ് ഐഡലട്രി അല്ലേ. അപ്പോൾ
ഇവിടെ സബ്ജക്റ്റ് ഹിന്ദുസ് ആണ്. ഓക്കെ, അത് പ്ലൂറലാണ് അല്ലേ, പ്ലൂറലാണ്. പ്രാക്ടീസ് ഐഡലിറ്റി. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രാക്ടീസ് സിമ്പിൾ ഫോമാണ് അല്ലേ, പ്ലൂറൽ എന്ന് പറയുന്നത് സിമ്പിൾ ഫോമാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ് സിമ്പിൾ പ്രസൻറ്റ് ആണ് അതിൻ്റെ ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താ പറയുന്നത്, ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡസ് ഡിപ്പെൻഡിങ് ഓൺ ദ സബ്ജക്റ്റ്. ഇവിടെ ഡു എപ്പോഴാണ് വരിക, സിംഗുലർ ആണെങ്കിൽ. ഡസ് എപ്പോഴാണ് വരിക, സോറി ഡു പ്ലൂറലാണെങ്കിൽ വരും, സിംഗുലർ ആണെങ്കിൽ ഡസ് വരും അല്ലേ. അപ്പോൾ ഹിന്ദുസ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, പ്ലൂറൽ ആയതുകൊണ്ട് എന്ത് വരും, ഡു വരും. പക്ഷേ ഇത് പോസിറ്റീവാണ്, അവിടെ നമുക്ക് നെഗറ്റീവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവാണ്. സോ ഡോണ്ട് ഹിന്ദുസ് പ്ലൂറൽ ആയതുകൊണ്ട് ദേ. ഹിന്ദുസ് പ്രാക്ടീസ് ഐഡലിറ്റി, ഡോണ്ട് ദേ. ഹീസ് എ പെസിമിസ്റ്റ്. ഓക്കെ, പെസിമിസ്റ്റ് ഓപ്റ്റിമിസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെസിമിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിനും ഒരു എന്താണ് മോശം കാര്യം മാത്രം കാണുന്ന ഒരാളാണ് പെസിമിസ്റ്റ് അല്ലേ. നല്ലത് പോസിറ്റീവായിട്ട് കാര്യം കാണുന്ന ആൾ ഓപ്റ്റിമിസ്റ്റ്. അപ്പോൾ ഹീ ഇസ് എ പെസിമിസ്റ്റ്. ഇസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഇസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇസ് തന്നെ വേണം. പിന്നെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. ഇസിൻറ്റ് പിന്നെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്രോണോൺ തന്നെയാണ് അവിടെ വേണ്ടത്. പ്രോണോൺ തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗിൽ വേണ്ടത്. ഇസിൻറ്റ് ഹി അല്ലേ. ഹീ ഈസ് എ പെസിമിസ്റ്റ്, ഇസിൻറ്റ് ഹി. എവ്രി വൺ ഹാസ് കം ലേറ്റ് ടുഡേ. എവ്രി വൺ എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് പ്രോണോൺ ആണ്. ഇൻഡെഫിനിറ്റ് പ്രോണോൺ ഉപയോഗിക്കുമ്പോൾ ഇൻഡെഫിനിറ്റ് പ്രോണോൺ എപ്പോഴും അത് സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യണം അല്ലേ, സിംഗിളായിട്ട് കൺസിഡർ ചെയ്യണം. അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വേർബും സിംഗിളർ ആയിരിക്കണം. ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്, ഹാവ് അല്ല. പക്ഷേ ഈ പറയുന്ന റൂൾസൊക്കെ ഇവിടെ അവസാനിക്കണം, ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അവസാനിക്കണം. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ റൂൾസ് ബാധകമല്ല. എവ്രി വൺ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ സിംഗുലർ ആണെങ്കിലും ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോൾ എന്ത് വേണം, എവ്രി വൺ എന്താവും, ദേ ആവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിക്കുക, ഹാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാസ് എന്ന് പറയുമ്പോൾ ടെൻസ് എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസ് എപ്പോഴും സിംഗുലർ ആണെങ്കിൽ. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പ്ലൂറൽ ആണെങ്കിൽ എന്താ വരിക, ഹാവ്. അപ്പോൾ ഹാവ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എവ്രി വൺ ഹാസ് കം ടുഡേ. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വേണം, നെഗറ്റീവ് ആണ്. അപ്പോൾ ഹാവിൻറ്റ് വേണം. ഹാവിൻറ്റ് ദേ എന്ന് വരണം. കാരണം സ്റ്റേറ്റ്മെൻറ്റിലുള്ള പറഞ്ഞിട്ടുള്ള ടെൻസ് തന്നെ വേണം ക്വസ്റ്റ്യൻ ടാഗിൽ. ടെൻസ് ഒരു കാരണവശാലും മാറരുത്. ഹാസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സിംഗിളർ ആണെങ്കിൽ ഹാസ് വരും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വരും. പിന്നെ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരണം, ഹാവിൻറ്റ് ദേ എന്ന് വരണം. മറ്റെല്ലാ കേസിലും എവ്രി വൺ ഇസ് എ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആൻഡ് എവ്രി വൺ ഇസ് കൺസിഡേർഡ് സിംഗിളർ. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കാര്യത്തിൽ മാത്രം ഇവിടെ വരുമ്പോൾ ഹാവിൻറ്റ് ദേ എന്ന് പറയണം. ഹി ഹാസ് ബാർലി എനിത്തിങ് ടു ബേ. അപ്പോൾ ഹി ഹാസ് ബാർലി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാണ് ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടെ പോസിറ്റീവ് വരണം അല്ലേ, ക്വസ്റ്റ്യൻ ടാഗിൽ പോസിറ്റീവ് വരണം. അപ്പോൾ ഹി ഹാസ് ബാർലി എനിത്തിങ് ടു ബേ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എന്താണ്, ഇവിടെ ഓക്സിലറി വേർബ് ഹാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹാസിൻറ്റ് അല്ലേ, നെഗറ്റീവ് ആയതുകൊണ്ട് ഹാസിൻറ്റ് ഹി. ദർ ആർ മെനി ബോയ്സ് ഇൻ ദ സ്കൂൾ. ദർ ഉപയോഗിച്ചിട്ടുണ്ട്, ദർ ആർ മെനി ബോയ്സ്. അപ്പോൾ പോസിറ്റീവാണ്. നെഗറ്റീവ് ആകുമ്പോൾ എന്ത് വരും, ആർ തന്നെ വേണം, ആറിൻറ്റ്. ദേ അല്ല, ദർ വരണം. ദർ ആർ മെനി എന്ന് പറയുമ്പോൾ ദർ യൂസ് ചെയ്തിട്ട് ദർ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ ടാഗിലും ദർ തന്നെ വരണം, ആറിൻറ്റ് ദർ. നോബഡി ബോദേഴ്സ്. ആർക്കും ഒരു ഒന്നുമില്ല, ദേ ഡോണ്ട് കെയർ എന്നല്ല, നോബഡി ബോദേഴ്സ്. അതാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, അല്ലെങ്കിൽ ആരെയും ബോദർ ചെയ്യുന്നില്ല. നോബഡി ബോദേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നോബഡി എന്താണ്, നോബഡി ഈസ് എൻ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ഉപയോഗിക്കുമ്പോൾ എന്ത് വേണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ടെൻസ് എന്താണ്, ടെൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ വരേണ്ടത് ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡസ്. ഇവിടെ നോബഡി, വീണ്ടും പറയാം, നോബഡി ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്, സിംഗിൾ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ അകത്ത് വരുമ്പോൾ അത് എന്താണ്, പ്ലൂറലാണ്. അപ്പോൾ ദേ വരണം. ദേ ആരുടെ കൂടെയാണ് ദേ പോവുക, അല്ലെങ്കിൽ ദേഹിൻ്റെ കൂടെ ആരാണ് പോവുക, ഡു ആണ് പോവുക അല്ലേ, ഡസ് അല്ല ഡു. സോ നോബഡി ബോദേഴ്സ് ഡു ദേ. ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം എന്താണ്, നോബഡി എന്ന് പറയുന്നത് പോസിറ്റീവാണ്, സോറി ഇവിടെ പോസിറ്റീവാണ് അല്ലേ. ഓക്കെ, പോസിറ്റീവ് വരാൻ കാരണം നോബഡി ഈസ് നെഗറ്റീവ്, സോ ഡു ദേ എന്ന് പറയുന്നത്. നോബഡി ബോദേഴ്സ് ഡു ദേ. ഇറ്റ് ഹാർഡ്ലി റെയിൻസ് ഹിയർ. അപ്പോൾ ഇറ്റാണ് സബ്ജക്റ്റ്. ഇറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗിൻ്റെ സബ്ജക്റ്റും ഇറ്റ് ആയിരിക്കണം. ഇറ്റ് ഹാർഡ്ലി റെയിൻസ് ഹിയർ. ഹാർഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, സോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. റെയിൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് വരും. അപ്പോൾ ഡസ് ഇറ്റ് അല്ലേ, കാരണം ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സിംഗിളാണ്. അപ്പോൾ ഡസ് ഇറ്റ് എന്ന് വരും.
ഐ എം ടയേർഡ്. ഐ എം ടയേർഡ്. ഐ എം ടയേർഡ് എന്ന് പറയുമ്പോൾ ഐ സബ്ജക്റ്റ്, ആം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരിക്കലും ആം നോട്ട് എന്ന് വരില്ല, ആറിൻറ്റ് എന്ന് വരും അല്ലേ. ആറിൻറ്റ് ഐ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റോടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്നൊക്കെ വരുന്ന മാക്സിമം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിൽ വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പുതിയ ടോപ്പിക്സുമായിട്ട്. ബൈ.